UDF തരംഗം കേരളത്തിൽ ഉടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. 97 സീറ്റിൽ UDF മുന്നിൽ നിൽക്കുന്നു. 41 സീറ്റിൽ LDF, 2 സീറ്റിൽ NDA. 14 മന്ത്രിമാർ പിന്നിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 5ാം റൗണ്ടിലും പിന്നിലാണ്. കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പിന്നിലാണ്. സണ്ണി ജോസഫ് ഇടയ്ക്ക് പിന്നിലായിരുന്നു. മാത്രമല്ല പയ്യന്നൂരിൽ TI മധുസൂദനൻ 310 സീറ്റ് വോട്ടായി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടിക്കൃഷ്ണൻ വൻ വിജയമാണ് നേടിയത്. TK ഗോവിന്ദൻ 3835 വോട്ടിന് തളിപ്പറമ്പ് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾ തകർന്നടിയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി വ്യാപകമായി, പ്രത്യേകിച്ച് LDFനും തിരിച്ചടി വ്യാപകമായി അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മുന്നിലെത്തിയിരിക്കുന്നു. അതാണ് പയ്യന്നൂർ അങ്ങനെയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിടുന്ന മണ്ഡലമല്ല. പക്ഷേ പാർട്ടി അണികൾ പാർട്ടി റിബലിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും 2 ശക്തരായ റിബലുകളാണ് കണ്ണൂരിൽ മത്സരിച്ച്. അവർ 2 പേരും മുന്നിൽ വന്നിരിക്കുന്നു. G സുധാകരൻ വ്യക്തമായ ഭൂരിപക്ഷം നേരത്തെ തന്നെ അമ്പലപ്പുഴയിൽ കരസ്ഥമാക്കി. അങ്ങനെ കേരളത്തിൽ UDF തരംഗം 98 100-നടുത്തേക്ക് UDFൻ്റെ സീറ്റ് നില വരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരുന്നു അടുത്ത സമയം വരെ ഭൂരിപക്ഷം. 1 സീറ്റിലൂടെ അവർക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. എന്നിരുന്നാലും UDF തരംഗമാണ് അലയടിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് പിണറായി വിജയന് തിരിച്ചടിയാണ് ഈ UDF തരംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VD സതീശൻ ആശയങ്ങൾ, VD സതീശൻ്റെ ശക്തമായ നിലപാടുകൾ, അതുപോലെ തന്നെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന VD സതീശൻ്റെ സൽപ്പേര് ഒക്കെ UDFന് ഗുണകരമായിട്ടുണ്ട്. ധർമ്മടത്ത് 5ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ്. സത്യത്തിൽ പിണറായിക്ക് കടുത്ത തിരിച്ചടിയാണ് പിണറായിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മളോടൊപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഏഷ്യാനെറ്റിൻ്റെ മുൻ എഡിറ്ററും ദീർഘകാലം അച്ചടി മാധ്യമത്തിലും ദൃശ്യമാധ്യമത്തിലും സജീവ സാന്നിധ്യവുമായിരുന്ന ശ്രീ MG രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ MG രാധാകൃഷ്ണൻ, ഈ ഭരണപരാജയത്തെ ഒന്ന് വിലയിരുത്താവൂ. ശബ്ദം കുറച്ച് മോശമാണ്, ഗദ്ഗതകണ്ഠനായതല്ല. അല്ല, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ എന്നാലും മുൻകൂറായിട്ട് പറഞ്ഞേക്കാന്നില്ല. പക്ഷേ MGRനെ ഒരു മാർക്സിസ്റ്റ് പക്ഷപാതിയായിട്ട് ആരും കണക്കാക്കുന്നില്ല. പക്ഷപാതിയായിട്ട് പോയിട്ട് ശത്രുവായിട്ട് മാത്രമേ കണക്കാക്കിയിട്ടു. അതെ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതല്ല, ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ദുരന്ത പ്രവചനങ്ങളെപ്പോലും മറികടക്കുന്ന തരത്തിലുള്ള ഫലമാണ്. ഞാനിതിപ്പോൾ ഓർത്തു പോകുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ആ 77 തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ UDF 111 സീറ്റുമായിട്ട് ജയിച്ച തെരഞ്ഞെടുപ്പ്. അതിൻ്റെ അടുത്തല്ലെങ്കിൽ ഇപ്പോൾ 99 ആയിരുന്നു 2001. എന്തായാലും ഈ 25 വർഷത്തിനിടയിലോ 50 വർഷത്തിനിടയിലോ UDF നേടുന്ന ഏറ്റവും വലിയ വിജയം, അതിനെക്കാട്ടിലും ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പരാജയം. അതുപോലെ ധർമ്മടത്ത് 5 റൗണ്ട് പിന്നിലാണെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ കണ്ണൂരിലെ 2 വിമതന്മാർ മുന്നിൽ നിൽക്കുന്നു. ഈ പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും മുഴുവൻ ഒരു മനുഷ്യന്റെ കീഴിലാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കീഴിലായതിന് പല കാരണങ്ങളുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാളാണ് 20 വർഷം ഇന്ത്യക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇടതുപക്ഷം തകർന്നടിഞ്ഞപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ ഒരു തുരുത്തെന്നുള്ള രീതിയിൽ അതിൻ്റെ സംരക്ഷകനാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം ഉയർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഇടതുപക്ഷത്തിലെ ഒരു അതിജീവനത്തിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം ഉയർന്നു നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വലിയ കരുത്തായി. പോളിറ്റ് ബ്യൂറോയിൽ പോലും അദ്ദേഹം അപ്രമാദിത്വം പ്രഖ്യാപിക്കപ്പെട്ടു. ആർക്കും ഒന്നും പറയാൻ വയ്യ. കാരണം ഇദ്ദേഹമാണ്
അവസാനത്തെ തുരുത്തിൻ്റെ കാവലാൾ. ഇനിയിപ്പോ അന്തകനെന്ന് ചരിത്രം പറയില്ലേ? അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പിണറായിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം പിണറായിയിൽ അവസാനിച്ചോ തൽക്കാലത്തേക്ക്. പാറപ്പുറത്ത്, ഇത് പാറപ്പുറത്തല്ലെന്ന്. പിണറായി തന്നെയാണ്. പാറപ്പുറം എന്ന് പറഞ്ഞാൽ പിണറായിയാണ്. പിണറായി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു സ്ഥലമാണ് പാറപ്പുറം. പിണറായിയിൽ ആരംഭിച്ച് പിണറായിയിൽ അവസാനം തൽക്കാലത്തേക്കെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒബിച്വറിക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നേക്കുമായിട്ട് ഒന്നിനെ നമ്മുടെ മുമ്പിൽ പാഠം കിടക്കുക. ബംഗാളിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ശരിക്കും 2018 തന്നെ ഒരു ലേഖനത്തിൽ എനിക്ക് എഴുതാൻ തോന്നിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടെന്നൊരു സംശയം. അതിന് വ്യത്യസ്തമായത് 2021 അസാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെയും കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലമായിരുന്നു. പക്ഷേ 2016 തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ സൂചനകൾ വളരെ വ്യക്തമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കയറ്റി അങ്ങ് ചെത്തക്കൊമ്പെ കയറ്റും എന്ന് പറയുന്ന പോലെ അങ്ങ് കയറി അങ്ങ് മുകളിലെത്തപ്പോഴാണ് പടപടാന്ന്. കാരണം താഴെ നിന്ന് വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ എതിരഭിപ്രായങ്ങളോ വിമതസ്വരങ്ങളോ ഒന്നും കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആത്മാർത്ഥമായും പ്രതീക്ഷിച്ചിരുന്നതാണ് ജയം. അല്ല അദ്ദേഹം വെറുതെ പറഞ്ഞൊന്നുമല്ല. കാരണം അദ്ദേഹം യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാർട്ടിയിൽ ഒരാളും അഭിപ്രായ വ്യത്യാസം പറയാനില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാളും അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം പറയാൻ തോന്നിയവരെ എല്ലാം അടിച്ചമർത്തി പുറത്താക്കി കളയുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ യാഥാർത്ഥ്യവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു പോകുന്ന ഒരു ഏകാധിപതിയുടെ പതനം. ഇനി അടുത്ത സ്റ്റെപ്പ് പിണറായിയുടെ ഭാവി എന്താണ്? പിണറായി വിജയൻ ഇനി രാഷ്ട്രീയത്തിലെ വലിയ ഭാവി. കാരണം അദ്ദേഹത്തിന് ഈ ആരോഗ്യപരമായിട്ട് തന്നെ അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമല്ല. പക്ഷേ ഇടതുപക്ഷത്തിന്, കേരളത്തിലെ ഇടതുപക്ഷത്തിനും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ബംഗാളിൽ കണ്ടിരിക്കുന്ന കാഴ്ച ഈ പറഞ്ഞ പോലെ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ്. ഒരു സീറ്റ് പോലും ഇപ്രാവശ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. 100 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യമുണ്ട് അവിടുത്തെ ഇടതുപക്ഷത്തിന്. ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രൽ പാരമ്പര്യമല്ല ഞാൻ പറയുന്നത്, സാംസ്കാരികമായിട്ടും എല്ലാ രീതിയിലും ഒരു 100 വർഷത്തിലേറെ അതെങ്ങനെയാണ് ഒരൊറ്റയടിക്ക് ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയത്? അത് 30 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ പോയിരിക്കുന്നു. അത് അത്ഭുതമാണ്. ഒരു തോൽവിയല്ല പ്രശ്നം. ഇവിടെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ ഈ പാർട്ടിയിൽ പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും ഇതിന് ഉത്തരവാദി ഞങ്ങളാണെന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ പുനർസംഘടിപ്പിക്കാൻ തയ്യാറാവും. ഇടതുപക്ഷമാണ് ഇവരെ ഇത്ര തോൽപ്പിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയം അവർക്കുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ ബംഗാളിലെ പോലെ 30-40 വർഷം. അതും വേറൊരു അപകടം. RSSും വരുന്ന ഒരു ഘട്ടം, അതും ബംഗാളിലെ പോലെ തന്നെ കേരളത്തിലും ഒരു അപകടം സൃഷ്ടിച്ചിരിക്കുന്നിടത്ത് ഇല്ലെങ്കിൽ. പക്ഷേ ഇടതുപക്ഷക്കാർ എവിടെയും പോവില്ല. CPM-നെ കണ്ടെന്നും ജനിച്ചവരല്ല. അവർ ഇടതുപക്ഷമായി തന്നെ നിൽക്കും. അതിന് ബദലുകൾ ഉണ്ടാവും. പക്ഷേ CPM രക്ഷപ്പെടണമെങ്കിൽ അവർ തന്നെ വഴി നോക്കണം. എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇനി എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും? പിണറായി വിജയൻ്റെ ഭാവി എന്തായിരിക്കും? പാർട്ടി എങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെടും? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എവിടെയാണ് ഇനി സ്പേസ് കിട്ടാൻ പോകുന്നത്? കാരണം ജനങ്ങൾ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിരിക്കുക. ഇപ്പോൾ CPIയുടെ പ്രസാദിനെ ഉൾപ്പെടെ സുധാകരനെ ഉൾപ്പെടെ ജയിപ്പിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ വിമത സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിത വിജയം നേടുമോ എന്ന് സംശയിക്കത്തക്ക തരത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ വരുമ്പോൾ നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഭാവി എന്തായിരിക്കും? ശ്രീ ഫക്രുദ്ദീൻ. ഇടതുപക്ഷത്തിന്റെ ഭാവി ബംഗാൾ പോലെ പോകുമ്പോഴേയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെച്ചാൽ ബംഗാൾ സംഭവിച്ചത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 30 വർഷത്തെ ഭരണം. ആ ഭരണത്തില് ആദ്യ ഒരു ഘട്ടത്തിൽ EMS ഒക്കെ ചെയ്തതുപോലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്ന് ഭൂപരിഷ്കരണമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ എത്തിയ സമയത്ത് അവരതിന് പിന്നോട്ട് പോയി. അതോടുകൂടി അവിടുത്തെ ഇടതുപക്ഷം എന്നുള്ള സാധനം സ്റ്റാഗ്നന്റ് ആയി. പിന്നെ പിന്നുള്ളത് അങ്ങോട്ട് കാലത്തിനനുസരിച്ച് ആ പാർട്ടി മാറിയില്ല. ബംഗാള് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയതാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെ എല്ലാം കേന്ദ്രമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഭരണത്തിനണ്ടർ നമ്മൾ കണ്ടത് അവരുടെ നേതാക്കന്മാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജ്യോതിബാസുവിന്റെ മോൻ പണ്ടേ ബിസിനസ്സുകാരനായതുകൊണ്ട് മൂപ്പര് ഈ പൈസ ഉണ്ടെന്നല്ലാതെ ഈ നേതാക്കന്മാരൊന്നും ഉണ്ടാക്കില്ല. അവിടുത്തെ മന്ത്രിമാർ അംബാസിഡർ തുരുമ്പിടിച്ച് അംബാസിഡർ കാലം സഞ്ചരിക്കുന്ന VS-മാരായിരുന്നു. VS-ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവിടെ നിന്നായിരുന്നല്ലോ, അറിയാലോ. അപ്പം മാത്രമല്ല ഈ പറയുന്ന ലോക്കൽ വീഡിയോ വരിക്കുന്ന ആളുകളല്ല, നമ്മളെ പോലെ 555 ഒന്നും വരിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ അവിടെ പാർട്ടി അങ്ങനെ സ്റ്റാഗ്നന്റ് ആയി. പിന്നെ ഈ പറയുന്ന പോലെ അവിടുത്തെ നാടും അതേപോലെ സ്റ്റാഗ്നന്റ് ആയി. പിന്നെ അവിടുത്തെ ഉയർന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി. പിന്നെ അതിൻ്റെ കൂടെയാണ് ഈ ക്യാമ്പസിനാണല്ലോ എപ്പോഴും ലെഫ്റ്റിൻ്റെ ഒരു അബ്സർജൻസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് CPM എന്നുള്ള സാധനം ഇന്ത്യയിൽ ഗുണം പിടിച്ചിട്ടുള്ളത്. അതുവരെ CPIക്കാരായിരുന്നല്ലോ.
അപ്പോൾ CPIക്കാർ അതുവരെ ഈ അടിയന്തരാവസ്ഥ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തോട് കൂടിയിട്ട് അവർക്കുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയും ലെഫ്റ്റായി CPM വരികയും ചെയ്യും. പിന്നെ അൾട്രാ ലെഫ്റ്റായിട്ട് അന്ന് മാവോയിസ്റ്റുകൾ വന്നുകൊണ്ട് ആ സ്പേസും ആ ഒരു ഭാരവും കൂടി ഇവരെ തലയിൽ വന്നതുമില്ല. അങ്ങനെയാണ് അവർ വന്നത്. പക്ഷേ ക്യാമ്പസിൽ പിന്നെ വൺസ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മൾ കാണുന്ന ഫാസിസമാണ്. അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും. അങ്ങനെ കുറേ കാലം പോയ സമയത്ത് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി നമ്പർ 1 ശത്രു എന്നുള്ളത് മാറി അവിടെ BJP വാജ്പേയി വരുന്നു, ഗ്ലോബലൈസേഷൻ വരുന്നു. ആ സമയത്ത് ഇനിയും മാറാതെ നിൽക്കാൻ പറ്റില്ല എന്ന് ബുദ്ധദേവിന് മനസ്സിലാവുന്നു. പക്ഷേ ബുദ്ധദേവിൻ്റെ കാര്യം അത്രയും കാലം തുരുമ്പിടിച്ച അംബാസഡറിൽ പോയിരുന്ന ബുദ്ധദേവ് ഒരൊറ്റ ദിവസം ഫെരാരി കയറിയാൽ എങ്ങനെ ഉണ്ടാവും? നാട്ടുകാർക്ക് അത് മനസ്സിലായില്ല. അത് ഇവർ ഇത്രയും കാലം ബംഗാളിൽ കണ്ടതിന് മൊത്തം സമാജത്തെ കുറ്റം മതി. സെലീം ഗ്രൂപ്പ് പോലെയുള്ള ഇപ്പോൾ ഞങ്ങൾ കണ്ട് ക്ലാസ് എടുക്കാൻ വന്ന ഗൗരിദാസൻ നായരും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളാണ്. ഇവരൊക്കെ അന്ന് ഞങ്ങളെ SFIക്ക് ക്ലാസ് എടുക്കാൻ വന്നു. ഇദ്ദേഹത്തെ എനിക്ക് വന്നിട്ട് ക്ലാസ് എടുക്കാൻ വന്നിട്ടില്ല, ഗൗരിദാസൻ നായർ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സുഹാർത്തോക്കെതിരെ സുഗാർണോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഇന്തോനേഷ്യ നേതാക്കന്മാരുണ്ടല്ലോ, സാമ്രാജ്യത്തെ താല്പര്യത്തിന് പുറത്ത് ഇടതുപക്ഷത്തെ അടിച്ചമർത്തി മറ്റേത് മറിച്ചെന്നോ എന്നോ ഈ അടിച്ചമർത്തിയ കൂട്ടുന്ന ഗ്രൂപ്പാണ് ഈ സെലീം ഗ്രൂപ്പ്. ഈ സെലീം ഗ്രൂപ്പിനാണ് അവിടെ കൊണ്ടുവച്ച് വെച്ചത്. അതോടുകൂടി ക്രെഡിബിലിറ്റി അങ്ങ് നഷ്ടം. അതാണ് ഒരു കാര്യം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കോൺഗ്രസ് ഇവർ മാറി വരുന്നുണ്ട്. ഇവർക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സമയം കിട്ടി. മാത്രമല്ല VSന്റെ ഒരു കാലഘട്ടം ആകുമ്പോഴേക്ക് ഇവിടെയുള്ള ക്ലാസിക്കൽ കമ്മ്യൂണിസം അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിരുന്നു. ആ രീതി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന അടിസ്ഥാന വർഗത്തെയാണല്ലോ. അയത്തേട്ടനും ഇദ്ദേഹമൊക്കെ പണ്ടേ മിഡിൽ ക്ലാസ് ആണ്. പക്ഷേ മിഡിൽ ക്ലാസ്സിൽ അല്ലാതിരുന്ന അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആണ്. അപ്പർ ക്ലാസ് അല്ലേ നിങ്ങളുടെ മിഡിൽ ക്ലാസ് ആയി, അപ്പർ ക്ലാസ് നിങ്ങൾ അപമാനിക്കുന്നില്ലായിരിക്കും. അപ്പോൾ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ, അത് ക്രിസ്ത്യാനികളാണെങ്കിലും ഈഴവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, ഇവർ ഗൾഫിലെല്ലാം പോയി കുറച്ച് പൈസ സമ്പാദിക്കുക, ഇവരുടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം നന്നായതോട് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി. അപ്പം 90s കൂടി നമ്മുടെ സൊസൈറ്റി തന്നെ വലിയൊരർത്ഥത്തിൽ മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിട്ട് മാറി. ഇവിടെ ആപ്പാട് എനിക്കൊന്ന് കഷ്ടപ്പാട് പിന്നെ പിന്നോട്ട് പോയത് ഇവിടെ സവർണർ നായന്മാരും ഒക്കെയാണ്. ഈ സോഷ്യൽ ഓർഡറിൻ്റെ നായന്മാരാണ് ഒരു സൊസൈറ്റി എന്ന രീതി കഴിഞ്ഞ 50 വർഷത്തിൽ പിന്നോട്ട് പോയത്. നായന്മാരെപ്പോഴും സവർണറായി കരുതുകൊണ്ട് ആരും പറയില്ല, ധൈര്യമില്ല, ചങ്കൂറ്റുമില്ല. നായന്മാർക്കാണെങ്കിൽ ആ മുന്നോക്ക കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരു സർവേ നടത്തി ഈ സത്യം മുന്നോട്ട് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം കമ്മ്യൂണിറ്റി നടത്തുന്നില്ല. പിന്നെ ആമണത്തിന് ഇവിടെ ചെയ്യലല്ലോ. EMS രാമണൻ എന്ന് പറയുമ്പോഴും അങ്ങനെ കൊണ്ട് ഈ ആമൻസിന് ഒരു ഗുണം കിട്ടിയില്ല, നമുക്കറിയാം. അപ്പം ഈ സോഷ്യൽ ലാഡറിൽ നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് പോയ സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണ്ടിയിരുന്നു. VSനെ കൊണ്ട് പരിധി കൊടുത്ത് ഈ മാസം മറ്റേ കൊണ്ടുവരാൻ പറ്റില്ല. VSന് പ്രത്യയശാസ്ത്രത്തിൻ്റെ അസ്കിയതാണ്. അതിനെ ത്രഷോൾഡിലേക്ക് കൊണ്ടുപോകണം. ആ ത്രഷോൾഡിലേക്ക് കൊണ്ടുപോയ ആളാണ് പിണറായി. ഇത്രയും കാലം പിണറായി സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പം ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ഈ നിങ്ങൾ ഓവറോൾ പെർഫോമൻസ് വെച്ചാൽ മോശമൊന്നല്ല. ഇപ്പോഴാണല്ലോ ചില IAS വന്ന് അത് ശരിയില്ല ഇത് ശരിയില്ല. ഇത്രയും കാലം ഇവരെവിടെയായിരുന്നു? ജനങ്ങൾക്കൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയ ബ്ലിസ്റ്റ് സംഭവിച്ചു. ഞാനതിനെ കുറ്റം പറയുന്നില്ല. കാരണം മീഡിയനെ മൊത്തം വെറുപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങൾക്കതിലൊന്നും പറയാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വരം. ഏകാധിപത്യമൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, ഞാൻ വലിയ കുഴപ്പമൊന്നും പറയില്ല. ബെനവലൻ്റ് ഡെസ്പോട്ടിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം തിരുവിതാംകൂറിൻ്റെ ഈ വലിയ പുരോഗതി, കേരളത്തിന് വലിയ പുരോഗതി നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റുകാരും നവോത്ഥാന നായകന്മാരും മാത്രം ഉണ്ടാക്കിയ തിരുവിതാംകൂർ റോയൽ ഫാമിലി പ്ലേഡ് എ മേജർ റോൾ ഇൻ ഇറ്റ്. ഞാൻ പറഞ്ഞല്ലേ, റിച്ചോർഡ് ഫ്രാങ്കിനെ പോലുള്ള ആളുകൾ പറഞ്ഞതാണ്. CDS അതിനുള്ള പുസ്തകമുണ്ട്, എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങൾ കണ്ടതിന് മൊത്തം രാജകുടുംബത്തിൻ്റെ നായന്മാരും തലേ കയറുമല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ഡെസ്പോട്ടിസത്തിൻ്റെ ഒരു സ്റ്റാലിസ്റ്റ് ഡെസ്പോട്ടിസം എന്നുള്ള രീതിയിൽ ഫീൽ വരികയും റിയാസിൻ്റെ ഒക്കെ നേതാവാണ്. ഞങ്ങളെ സഭയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അവരെ റിയാസൊക്കെയാണ് ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൂടുതലുള്ള ആളുകളെ കൊടുത്ത് ക്ലാസ്സൊക്കെ നടത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവനെ മരുമകനാക്കി ഇങ്ങോട്ട് ചുരുക്കി. അപ്പുറത്ത് ആ മറ്റേ നിലമ്പൂരെ MLA അൻപകം കൂടി വന്നതോടുകൂടി അൻപത് ഉള്ളിൽ നിന്ന് വന്ന ഒരാളാണ്, അതിനും കൂടുതൽ ക്രെഡിബിലിറ്റി കിട്ടി. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഒരു വില്ലൻ ഉണ്ടാക്കിയായിരുന്നു. ആ വില്ലൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവന, ഇപ്പോൾ ഏഷ്യാനെറ്റിനൊന്നും തന്നെ ആരോട് ചായവില്ലാത്തൊരു ചാനലാണ്. അവർ വളരെ ആളുകൾ നിങ്ങൾ AKG സെൻറ്ററിൽ പോയാലും പുറത്ത് കയ്യിലേക്ക് ഉള്ളിൽ ഏഷ്യാനെറ്റ് വെച്ചു. അപ്പോൾ അവർ ആ ചാനൽ പോലും ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര anti-CPM ആയി. കഴിഞ്ഞ 2 ഇലക്ഷൻ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹരാസ് ചെയ്യുന്നൊരു സ്വഭാവം. എന്തെങ്കിലും ന്യൂസ് ക്രിട്ടിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇടതുപക്ഷ വിരുദ്ധതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിനെ ബഹിഷ്കരിക്കുക. അതിൻ്റെ ആങ്കർമാർക്കെതിരെ റിപ്പോർട്ടർമാർക്കെതിരെ ഒരു കാര്യമില്ലാണ്ട് പോക്സോ പോലുള്ള കേസൊക്കെ ചുമത്തുക. സ്വാഭാവികമായിട്ട് ആളുകൾ എതിരാവും. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇത്തരം ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പർവ്വതീകരിച്ചുകൊണ്ട് ഒരു മീഡിയ ബ്ലിസ്റ്റ് ഉണ്ടാകുകയും അതിൻ്റെ ഇമ്പാക്ട്. രണ്ടാമത്തെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോഴത്തെ BJPനെ പറ്റി അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. അവന് മുസ്ലിങ്ങൾ ചുട്ടും തന്നെ തോന്നുന്നില്ല. അങ്ങനെയാണ് ഇത്രയും കാലം ഇവിടെ ഹിന്ദുക്കളല്ല ഭരിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ മുസ്ലിങ്ങൾ ആരും ചുട്ടുന്നു.
നമ്മളെ കോഴിക്കോട് നായന്മാരും തീയന്മാരായിരുന്നില്ല കൂടുതൽ, ഞങ്ങളായിരുന്നില്ല അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ പറയുന്നതിൽ വലിയ കാര്യമാണ്, അത് പൊളിറ്റിക്കൽ നെഗറ്റീവാണ്. അപ്പം പക്ഷേ BJP ഇങ്ങനെ ശത്രുവായി കണ്ട സമയത്ത് ഇപ്പം കേരളത്തിലൊരു സ്പേസിൽ CPM കോൺഗ്രസോ ഇല്ലാതായി കഴിഞ്ഞാൽ മുസ്ലിംസ് കഷ്ടപ്പെടുന്നുണ്ട്, മുസ്ലിംസിന് തോന്നുന്നുണ്ട്. അവർ കൺസോൾട്ടേറ്റ് ചെയ്തു. അത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സാധനങ്ങളെ എഞ്ചിനീയർ ചെയ്തു. ഇല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പോയി പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം പിണറായി ആദ്യ അധികാരത്തിൽ വന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് കിട്ടിയിരുന്നു. അതിന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ജിഹാദി എലമെന്റുകളുടെ അവരുടെ എതിർപ്പ്, അതുപോലെ തന്നെ അവരും BJPനെ പേടിക്കുന്നുണ്ട്. കാരണം അവർ അച്ഛന്മാർ പറയുന്ന കാര്യം വെച്ചാൽ അവർക്ക് നമ്മുടെ വോട്ട് വേണ്ട, ഇതിന് നമ്മുടെ പ്രസക്തി എന്താണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ബിഷപ്പ് ഹൗസിൽ പോയാൽ നിങ്ങൾക്ക് നല്ല അണ്ടിപ്പരിപ്പും നല്ല ചായയൊക്കെ തരും. നമ്മൾ വെള്ളാപ്പള്ളിനെ പറയുന്നല്ല, ആ അണ്ടിപ്പരിപ്പും ചായയൊക്കെ തരും, എല്ലാവരും സന്തോഷിപ്പിക്കും. വന്നാട്ടെ കുഞ്ഞ് കഴിച്ചാട്ടെ എന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ പോക്കറ്റിലായി തെറ്റിദ്ധരിക്കുന്നത്. മുസ്ലിംസിനെ പോലെ അല്ല. അച്ഛന്മാർക്ക് പല ആവശ്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് മാന്യമായി ബിഹേവ് ചെയ്തില്ല. അച്ഛന്മാർ 8ന്റെ പണിത്. ഒരു സെക്കൻഡ് ഫക്രുദ്ദീൻ, ഞാൻ ആ റിസൾട്ട് ഒന്ന് പറയാം. പ്രത്യേകിച്ച് കണ്ണൂരിൽ മാർക്സിസ്റ്റ് വിമതർ കാര്യമായ ഭൂരിപക്ഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടുപേരും. അതായത് അതുപോലെ പിണറായി വിജയൻ 5-ആം റൗണ്ടിൽ റഷീദിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും പിണറായി വിജയൻ ഭൂരിപക്ഷം നേടി തുടങ്ങിയിട്ടില്ല. രണ്ടിടത്തും അതുപോലെ TK ഗോവിന്ദൻ 3000-ലധികം ഭൂരിപക്ഷത്തിന് മുന്നിൽ നിൽക്കുന്നു. അതുപോലെ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹവും വലിയ ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അത് ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നേരത്തെ സുധാകരൻ മെച്ചപ്പെട്ട നില കൈവരിച്ചിരുന്നു. ഇത് ധർമ്മടത്ത് നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ പിന്നിലാണ്, എന്നാൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ ഇത്രയും തിരിച്ചടി, വിമതന്മാരുടെ വിജയം, അത് പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ ശ്രീ ഫക്രുദ്ദീൻ പ്രതീക്ഷിച്ചിരുന്നു? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭൂരിപക്ഷം കുറയും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ, പക്ഷെ അവിടെ ഒരു അസ്വസ്ഥത ഉരുണ്ട് കൂടുന്നുണ്ട്. എനിക്ക് നാട് നന്നായിട്ട് അറിയുന്നുണ്ട്. കാരണം ഞാനൊരു കാലത്ത് അതിശക്ത BJP കാനായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരം പ്രസംഗിക്കാൻ പോയി. നമ്മുടെ ജയരാജേട്ടൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവിടെ പിണറായി കഴിഞ്ഞാൽ അവിടുത്തെ രണ്ടാമത്തെ മോസ്റ്റ് പോപ്പുലർ നേതാവ് P. ജയരാജനാണ്. അപ്പം മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇവിടെ സാധാരണ വൈത്താട്ടൻ്റെ വീടിൻ്റെ ഒക്കെ 4-1 വരുന്ന വൈറ്റ് പെയിന്റ് അടിച്ച ഒരു സാധാരണ ടെറസ് വീട്, ഒരു വൈറ്റ്, എനിക്കൊന്ന് മോൻ്റെ ഭാര്യ ആരോ നേഴ്സാണ്, അതായത് മേടിച്ചത്. ഒരു ചേച്ചിക്ക് ജോലി ഉണ്ടല്ലോ, ഒരു വൈറ്റ് സാധാ സ്വിഫ്റ്റ് കാർ ആണ് അദ്ദേഹത്തിന് വീട്ടിലുള്ളത്. അതായത് ലൈഫും അങ്ങനെ തന്നെ. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ജയരാജേട്ടനെ ഒതുക്കി എന്നൊരു ഫീല് വ്യാപകമായിട്ട്. അപ്പൊ ഞാനത് നോക്കിയ സമയത്ത് എന്നോട് പലരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ലീഡർഷിപ്പിന്റെ ഇടയിൽ ജയരാജേട്ടന് താല്പര്യമില്ല, പക്ഷെ സാധാരണക്കാരുടെ മാസ് അപ്പീലാണ് ഞാൻ. പക്ഷെ ഒതുക്കി എന്ന് പറയുമ്പോഴും കണ്ണൂര് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സമാധാനം ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്നതിൽ ആ ഒരു കാര്യത്തിന് വലിയ പങ്കുണ്ട്. കാരണം ജയരാജേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിയുണ്ടായി, സാക്കൾ വന്നു, സാക നമ്മളാളെ തല്ലി. ജയരാജേട്ടാ നമുക്ക് ക്ഷമിച്ചേക്കാം, നമ്മളല്ലേ ഭരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹത്തിന് പറ്റില്ല, ലഹരി തല്ലിയാക്കി നോക്കണം. അപ്പൊ ഇത് ഒരു പ്രോബ്ലമാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്ന അടുത്ത് തലശ്ശേരി കാവിൽ ഒരു പ്രശ്നമുണ്ട്, വാടകക്കാവിൽ. അപ്പം അവിടെ പോയി ആരോ ഈ ഉത്സവത്തിനിടയ്ക്ക് ഇംഗ്ലാസ് ഉണ്ടാവുക മണ്ടമണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അന്നപ്പോൾ RSSന്റെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ വിളിച്ചു നോക്കി എന്താണ് വിഷയം. എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ചില ചോദിച്ചിട്ട് ഞാൻ ആ ഡിസ്കഷൻ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം എന്നെ തിരിച്ചെടുത്തു. എന്നോട് അത് അവരും തമ്മിലുള്ള പ്രോബ്ലം അല്ല, അവർ തന്നെ ഞങ്ങളെ വിളിച്ചു, വന്നപ്പോൾ തന്നെ വിളിച്ചു, അത് അവർ തമ്മിലുള്ള പ്രോബ്ലം. മാടായി കാവിൽ മാടായി കാവിൽ പോലെ പ്രധാനപ്പെട്ട കാവാണ്. അവിടെ പോയി ഇംഗ്ലാസ് എന്താ വിളിച്ചാൽ കത്തും. അവിടെ എന്താ സംഭവിച്ചത്, അവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്, അതങ്ങ് വർക്ക് ചെയ്യും, നേരെ ഹോട്ട്ലൈനാണ്. അതുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പം അതാണ് ഒരു കട. രണ്ടാമത്തെ കാര്യം, ജയരാജേട്ടൻ്റെ പേരിൽ 2 കേസുണ്ട്. 2 കേസ് എന്ന് വെച്ചാൽ, ഒന്ന് ഹരീഷ് ശുക്കൂറിൻ്റെ വധവും, ഒന്ന് മനോജിൻ്റെ വധവും. BJPക്കാരുടെ സ്വഭാവം അറിയാലോ, ഒരു CBI ഇട്ടുണ്ട്, അവരുടെ അടുത്ത് ജയിലിലിടും. അപ്പോൾ ജയരാജേട്ടനെ അവിടെ ഒരു പരിധി കൂടുതൽ വളർത്തിക്കൊണ്ടുവന്ന് അവർ ജയരാജേട്ടനെ പിടിച്ച് ഉള്ളിലിടും. ഇങ്ങനെ പ്രശ്നം പാർട്ടിക്കും ഉണ്ട്, ഇത് പറയാൻ പറ്റില്ലല്ലോ പാർട്ടിക്ക്. അപ്പോൾ ഫലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജയരാജേട്ടൻ ഒതുക്കി എന്നൊരു ഫീല് വന്നു. ഇതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ ഈ പിണറായിക്കൊരു ബന്ധമില്ലെന്നാണോ ഇപ്പോഴത്തെ ഈ വിമതന്മാർ രംഗത്ത് വന്നതിൽ പിണറായിക്കോ പാർട്ടി നേതൃത്വത്തിനോ ഒരു പങ്ക് ഇല്ല എന്നാണോ, അതോ ജയരാജനെ ഒതുക്കിയതാണോ പ്രധാന കാരണം? അല്ല, പിണറായിക്ക് പങ്കില്ല. അല്ലെ പിണറായിയും ഗോവിന്ദനും എല്ലാം കൂടെ ചേർന്ന് ജയരാജനെ ഒതുക്കിയതാണ്? അങ്ങനല്ല, പിണറായിക്ക് അതിൽ പങ്കിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജയരാജേട്ടൻ, ഇപ്പം ഞങ്ങളും നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും ജയരാജേട്ടൻ ഈ കാര്യങ്ങളൊന്നും ജയരാജേട്ടനും പറഞ്ഞിട്ടില്ല. ഇവരൊന്നും പറയത്തില്ല. P. ജയരാജന്റെ ഗുണമെന്ന് വെച്ചാൽ ഒരു ലൂസ് സ്റ്റോക്ക് അദ്ദേഹത്തിന് ഭാഗത്ത് ഉണ്ടാവില്ല. അതെല്ലാം കേട്ടോണ്ടിരിക്കുമെന്നല്ലാതെ ഒന്നും വിടില്ല. പക്ഷേ പിണറായിക്ക് അതിൽ അങ്ങനെ ജയരാജേട്ടൻ ഒതുക്കണമെന്നും ഉണ്ടായിരുന്നില്ല. വേറെ പലർക്കും ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ
ഏറ്റവും ശക്തനായ ഒരാൾ വരുമ്പോൾ അപ്പുറത്തുള്ള ആളുകൾക്ക് പേടി വരും. അത് സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത്, പ്രാക്ടിക്കലി ഉണ്ടായിരുന്നത്. മറ്റേ പാർട്ടിയിലാണെങ്കിൽ ഇ.പി. ജയരാജേട്ടനെ കണ്ട് മോളക്കായി. പക്ഷേ ജയരാജേട്ടൻ അവിടുത്തെ കൂത്തുകമ്പ് ഹൈസ്കൂളിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിട്ട് വന്ന ആളാണ്. അപ്പം അവിടെ പിണറായി, കോടിയേരി, പിന്നെ പി ജയരാജനാണ്. അവിടെയാണ് പി ജയരാജേട്ടൻ ഈ പറയുന്ന മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു എന്നുള്ള ഫീൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ പിണറായിക്ക് പങ്കില്ല. പക്ഷെ പിണറായിയുടെ സാഹചര്യം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവിടെ സമാധാനം ഉറപ്പുവരുത്തണം. ജയരാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുകയും വേണം. അതാണ് അതിന് പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് പലരും കളിച്ചിട്ടുണ്ടാവും. അപ്പൊ പിണറായിക്ക് ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു എതിർപ്പ് പാർട്ടിക്കാരുടെ ഇടയിൽ ഉണ്ടായി, അതായത് ശരിയായ കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കുന്നു. മാത്രമല്ല, നിങ്ങളെ കാര്യം നോക്കിയാൽ VS-ന്റെ തരംഗം ഇവിടെ അവസാനിച്ചപ്പോൾ അത് അന്നപ്പം ഏറ്റവും ശക്തമായിട്ടുണ്ടായത് കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എഞ്ചുരാഷൻ, നമുക്ക് ഈ UDF മന്ത്രിസഭ എന്തായിരിക്കും? മുഖ്യമന്ത്രി ആര് വരാൻ സാധ്യത? മന്ത്രിസഭ ഏത് രൂപത്തിലുള്ളതായിരിക്കും? പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കഥ കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നില്ല. ഈ എം ഒരു സീറ്റിലും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ UDF-ന്റെ മന്ത്രിസഭാ രൂപീകരണം എങ്ങനെയായിരിക്കും? ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ സാധ്യത? ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത. കാരണം VD സതീശൻ ഇത്രയും വലിയ ഒരു വിജയം കരസ്ഥമാക്കിയ സ്ഥിതിക്ക്, കാരണം VD സതീശനാണ് 100 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിരുന്നതും, ആ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറയുന്നതിനർത്ഥം 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനായിരിക്കും ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ മുമ്പിൽ, ആ വിജയത്തിന്റെ ആഘോഷത്തിന്റെ മുമ്പിൽ ഞാനായിരിക്കും. അപ്പൊ അതെ, പരാജയത്തിന്റെ അത്രയും വലിയ വിജയം. ഞാൻ പറഞ്ഞ ഒരു പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോകും എന്നല്ല പറഞ്ഞത്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. അതൊരു വലിയ സാഹസികമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു. അത് വളരെ ധീരമായ പ്രസ്താവനയായിരുന്നു. അതിന്റെ പ്രയോജനം അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കോൺഗ്രസിന്റെ കാര്യമാകുമ്പോൾ അപ്പോൾ പറയാൻ വയ്യ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരുമാനം എന്തായാലും സതീശനായതിനു ശേഷം എന്താണ് കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത്, UDF-ൽ സംഭവിക്കാൻ പോകുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന മട്ടിലായിരിക്കില്ല പോകുന്നത്. വലിയ വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക ബാല്യം ഇവർക്കുണ്ടോ? ഇല്ല, അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അല്ല, രണ്ടുപേർക്കും, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമല്ല മുഖ്യമന്ത്രി പദം. കാരണം അദ്ദേഹം എല്ലാം കൊണ്ടും അദ്ദേഹമാണ് സീനിയർ. VD സതീശനെക്കാട്ടിലും വളരെ സീനിയറാണ് അദ്ദേഹം. ഇതിനകം എല്ലാ സ്ഥാനങ്ങളും വഹിച്ചു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് മുതൽ കേന്ദ്രമന്ത്രി മുതൽ എല്ലാം, ആഭ്യന്തരമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും സീനിയോറിറ്റിയുടെ ലെവലിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനിയൊരു ബാല്യം എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും UDF-ന് വരാൻ സാധ്യത കേരളത്തിന്റെ രീതി അനുസരിച്ച് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാവാനുള്ള, അപ്പോൾ 2016 അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, 2021 അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി, ഇനി 2026 നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു വലിയ ഇതാണ്. അതുകൊണ്ട് തൽക്കാലം VD സതീശനായാൽ പോലും രമേശ് ചെന്നിത്തല ഒരു ആഭ്യന്തരമന്ത്രിയായും മറ്റും അതിനകത്തിരിക്കുമോ? അങ്ങനെ ഇരുന്നാൽ എത്ര നാൾ അത് തുടരും? ഇവിടെ നേരത്തെ ഈ വിഷയം വന്നപ്പോൾ ഞാനൊരു സജഷൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2.5 വർഷം ആക്കി എടുക്കുക രണ്ടുപേരും. ചിലപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അതിപ്പോൾ നമ്മളിപ്പോൾ കർണാടകത്തിലൊക്കെ കണ്ടതാണ്. കാരണം DK ശിവകുമാറിന് 2 വർഷം കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല. ഇപ്പോഴും അവിടുത്തെ പ്രശ്നം തുടരുകയാണ്. കോൺഗ്രസ് എവിടെയൊക്കെ അധികാരത്തിൽ വന്നോ, ചുരുക്കം സംസ്ഥാനങ്ങളിലേ വന്നിട്ടുള്ളൂ. ആ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നടന്ന അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ നടന്ന പ്രശ്നം, മധ്യപ്രദേശിൽ ഉണ്ടായ സംഗതി. അപ്പോൾ ഇവരെവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. ആ കോൺഗ്രസ് അതൊരു സ്വാഭാവികമാണ്. അതുകൊണ്ട് പക്ഷേ അജിത്തിന്റെ ചോദ്യം ഇപ്പോൾ ആരാണ് ആവെന്ന് വെച്ചാൽ, ഇപ്പോൾ തീർച്ചയായിട്ടും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് VD സതീശനാണ്. അധികം വൈകാതെ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പുതിയ ആവശ്യക്കാർ ഉയരും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ സതീശൻ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു നിൽക്കുവോ, മന്ത്രിസഭയ്ക്കുള്ളിൽ നിൽക്കുവോ? K മുരളീധരൻ സീനിയറാണ്. അങ്ങനെയൊക്കെ ഒരു സീനിയർമാരുടെ ഒരു പട്ടിക കിടപ്പുണ്ട്. അവരൊക്കെ എന്തായിരിക്കും? അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി പദം അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ലഭിക്കും, തയ്യാറാവുകയാണെങ്കിൽ.
പിന്നെ അദ്ദേഹം തയ്യാറാവാതിരിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് ഇതുപോലത്തെ സ്ഥാനങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുന്ന ആളല്ല. ഇത് ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരുന്നതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി പദത്തിന് അവസരമില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി പിന്നെ രമേശ് ചെന്നിത്തലയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട മന്ത്രി മുരളീധരൻ ആവും എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. പക്ഷെ ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗിൻ്റെയാണ്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട അല്ലെങ്കിൽ വേണമെന്ന് പറയുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അവരെന്തുകൊണ്ടും അർഹിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ 100 സീറ്റ് അല്ലാതെ കഷ്ടിച്ചൊരു സീറ്റാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് പോലും കാരണം മുസ്ലിം ലീഗായിരുന്നു കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം. ഇപ്പം ഇനി ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് ഇനി അത് വലുതായിട്ട് ഫലിക്കാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രി പദമില്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ, ഒരു രണ്ടാമത്തെ സ്ഥലത്ത് തന്നെ മുസ്ലിം ലീഗിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നുള്ളത് അവകാശവാദം ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥമല്ല, വേണ്ടെന്ന് വെക്കുകയെന്നല്ല. ഇലക്ഷന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ അവർക്കൊരു ചീത്തപ്പേരുണ്ടാവുകയും മുസ്ലിം ലീഗ് ഭരിക്കുന്നതാണ് ഈ മുന്നണി എന്നുള്ള ഹിന്ദുക്കളുടെ ഭയം, ക്രിസ്ത്യാനികളുടെ ഭയം, ഇതൊക്കെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവർ വളരെ മെച്യൂറായിട്ടുള്ള പക്വത വന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉടനീളം പുലർത്തിയത്. അവസാനം സാദിഖ് അലി തങ്ങൾ പറഞ്ഞതുപോലും വളരെ പക്വതയോടെ തന്നെയാണ് പറഞ്ഞത്. അവർ വളരെ കൃത്യമായിട്ടാണ് ഈ ഇതിൽ. പക്ഷേ ഇത്രയും വലിയ വിജയം ലഭിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതപ്പെട്ടിരുന്ന ഒരു വലിയ ഡിസൈസീവായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പൊസിഷൻ അവർക്കില്ല. അതുകൊണ്ട് ഒന്നാം സ്ഥാനം കോൺഗ്രസും, രണ്ടാം സ്ഥാനം രമേശ് ചെന്നിത്തലയും, വി ഡി സതീശൻ ഒന്നാം സ്ഥാനത്തും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. SRS പറഞ്ഞ പോലെ സാധ്യതയുണ്ടോ? അതുപോലെ സാധ്യത, അത് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നിൽക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ പൊളിറ്റിക്കലായിട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആരാണ് മുസ്ലിം ലീഗിന് സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്? ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, അതൊക്കെ അപ്പോഴത്തെ അവസ്ഥയാണ്. അതൊക്കെ അപ്പോഴത്തെ അവസ്ഥയാണ്. ഇനിയും വരാൻ പോകുന്നത്. ഇനിയത്തെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് മാറണം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ആകെ മാറും. കാരണം അപ്പോൾ ഹൈക്കമാൻഡും വേണുഗോപാലും എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷം സത്യത്തിൽ വേണുഗോപാലിന്റെ കയ്യിലാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവാൻ പോകുന്നില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും പറ്റില്ല. ഈ 100 സീറ്റിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് സതീശനല്ലാതെ മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുമ്പിൽ തൽക്കാലമില്ല. അതിന് മറികടന്ന് വല്ല തീരുമാനമെടുത്തത് വളരെ നാടകീയവും ഒരു അട്ടിമറിക്ക് സമാനമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്പർ 1 നമ്പർ 2 ഉപമുഖ്യമന്ത്രി പദമാണെങ്കിൽ അത് ലീഗ് പ്രസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ട് അയാൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് പോകാൻ തടസ്സമൊന്നും ആവുന്നില്ല. തൽക്കാലം നമ്പർ 2 എന്നുള്ളത് അടുത്ത നമ്പർ 1ലേക്കുള്ള സാധ്യത ഓപ്പൺ അപ്പ് ചെയ്യുകയും കൂടെയാണല്ലോ. ചിലപ്പോൾ അത് തന്നെയാണ്. ഇപ്പം നമ്മൾ കർണാടകത്തിൽ കണ്ടതിന് സമാനമായിട്ടുള്ള സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ കണ്ട അത് ഇതിൽ സീനിയർ തിരിച്ചാണെന്നേ ഉള്ളൂ. ജൂനിയർ ആയിട്ടുള്ള സതീശനാണ് മുമ്പിൽ, സീനിയർ ആയിട്ടുള്ള രമേശാണ് അവിടെ തിരിച്ചാണെന്നേ ഉള്ളൂ. പക്ഷെ അതിന് സമാനമായിട്ടുള്ള ചില സംഭവ രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ തമ്മിലുള്ള മത്സരത്തിനിടയ്ക്ക് KC വേണുഗോപാൽ വരാനുള്ള സാധ്യത, KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരാൻ സാധ്യതയില്ല. ഇതിനകത്ത് ആരാണ് സപ്പോർട്ട് ചെയ്യാൻ, ആരെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന്റെ സപ്പോർട്ടല്ലേ. അപ്പോൾ അദ്ദേഹം തൽക്കാലത്തേക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ചെന്നിത്തലയായിരിക്കും, പൊസിഷൻ നമ്പർ 2 തൽക്കാലത്തേക്ക്. ഇനി അത് 1ലേക്ക് പോകേണ്ട സമയത്ത് വേണുഗോപാൽ എന്താണ് പറയാൻ പോകുന്നത്, ഹൈക്കമാൻഡ് എന്താണ് പറയാൻ പോകുന്നത്, വളരെ ഡിസൈസീവ് ആവും. 3 വർഷം കഴിയുമ്പോൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ. അതെ, 3 വർഷം കഴിയുമ്പോൾ, 3 വർഷമൊക്കെ തന്നെ നീണ്ട കാലമാണ് ഇവിടെ കേരളത്തിൽ. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉടലെടുക്കാനുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് എത്ര നാളിനകമാണ് അതൊരു വലിയ ഘട്ടത്തിലേക്ക് എത്തുന്നതെന്നേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദം ഈ 5 വർഷവും ഒരാൾ കയ്യിൽ വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫക്രുദ്ദീൻ എന്ത് പറയുന്നു ഈ വാദം? അതായത് സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, രമേശ് ഉപമുഖ്യമന്ത്രിയാകുന്നു, അല്ലെ ആഭ്യന്തരമന്ത്രിയാകുന്നു, അതിനുള്ള സാധ്യതയുണ്ടോ? വേണുഗോപാൽ മാറി നിൽക്കുന്നു. കോൺഗ്രസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം. നമ്മുടെ ചിറങ്കീര് നമ്മുടെ നാട്ടുകാരെത്തിയ കൊച്ചി ജയിച്ചാൽ ചിലപ്പോൾ അവളാവാം.
രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീ വനിതാ ആ അതെ അതെ, പെങ്ങളാക്കാൻ മൂപ്പർക്ക് സമയമായിട്ടില്ല, പിന്നെ ഇവിടെ കലാപമായി പോകും. അതുകൊണ്ട് ബിന്ദു ചേച്ചിയോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ ഒന്നും ആയാൽ അവരെല്ലാം ജയിക്കുന്നു. അതെ അതെ, അപ്പോൾ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ നിൽക്കുന്നു എന്നുള്ള ഒരു എക്സ് ഫാക്ടർ അതിലുണ്ട്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇങ്ങനെയുള്ള പരീക്ഷണം നടത്താൻ മടിയില്ലാത്ത ഒരാളുകളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഡി സതീശൻ തന്നെയാണ്. കാരണം അയാൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. കേരളം കാത്തുനിന്ന ഒരു അയാൾക്ക് വിവരമുണ്ട്. അയാളെ DNA വേറെ, രമേശിൻ്റെ DNA അല്ലെ വേണുവിൻ്റെ DNA അല്ല അയാളുടെ DNA. അയാളുടെ DNA ഇതേപോലെയുള്ള ഇദ്ദേഹത്തിൻ്റെയൊക്കെ പോലുള്ള DNA, പക്ഷേ അക്കാദമിക് സ്വഭാവമുള്ള DNA ആണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ 2 മണിക്കൂറുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു യൂട്യൂബ് ചാനലിൽ. ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. അപ്പം ഞാൻ പൊതുവെ രാഷ്ട്രീയക്കാരുടെ ഇൻ്റർവ്യൂ നമുക്കറിയാലോ ഇവരെന്ത് പറയുന്നു. അയത്തേട്ടനൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളതല്ലേ. ഈ ആപ്പാട് അയത്തേട്ടൻ നടത്തിയ ഇൻ്റർവ്യൂവിൽ സുരേഷ് ഗോപിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ ഫുൾ ഇരുന്ന് കണ്ടിട്ടുള്ളൂ. അതിന് അതിൽ രസമുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആണ് പറയുക. പക്ഷേ ഇയാൾ വളരെ കൃത്യമായിട്ട് എല്ലാ മേഖലയിലും അയാൾക്ക് നല്ല ധാരണയുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ അയാൾക്ക് ഒരു തൻ്റെ ഇടമുണ്ട്. ഞാനടാ എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് വാടാ, അല്ല പോടാ പോയടിയിടാന്നല്ല, വാടാ. പക്ഷെ കോൺഗ്രസ് ഒരിക്കലും ഫക്രുദ്ദീൻ ഈ NSS SNDP സഭകൾ അവരെയൊക്കെ എതിർത്തുകൊണ്ടൊരു നേതാവിനെ പ്രതിഷ്ഠിച്ച ചരിത്രമില്ല. അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ NSS വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ്. NSS അയാൾ ഇഷ്ടമല്ല. കാരണം വെച്ചാൽ അയാൾ ഈ ഓഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, തെണ്ണ തിരിങ്ങാൻ പോയില്ല എന്നൊക്കെ. ഇയാൾ അവിടെ പോയിട്ട് കാലുപിടിച്ച് അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടല്ലോ. NSS ഞാൻ മനസ്സിലാക്കി കൊടുത്തല്ലോ, അവിടെ പോയി തെണ്ണ നിരങ്ങുന്ന ആളുകളെ ഒന്നും അവർക്കും താല്പര്യമില്ല. അവർ നെഗറ്റീവായിട്ട് കരുതുന്നത്. പക്ഷേ അവിടെ ഡിസ്റെസ്പെക്റ്റ് കാണിക്കരുത്. അവിടെ ഇപ്പോൾ NSSന് വോട്ട് മേടിക്കുന്നു, നായന്മാരെ വോട്ട് മേടിക്കുന്നു, എന്നിട്ട് ജയിക്കുന്നു. എന്നിട്ട് ഒരുമാതിരി ഈ മുസ്ലിം സാമുദായിക ആചാരന്മാരെയും ക്രിസ്ത്യൻ സാമുദായിക ആചാരന്മാരെയൊക്കെ ഭയങ്കര കാര്യവും. എന്നാൽ NSSനോട് SNDPയോട് പുച്ഛം. അതത്ര ശരിയില്ലല്ലോ. അത് ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കാരണം പിന്നെ നായന്മാർ ഈ ചാഞ്ഞമാരാണല്ലോ, ആർക്കും ഓടിക്കുക എന്താണെന്ന് ആരുടെ തലയിട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ വെള്ളാപ്പള്ളിനെയും പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെയും കുറ്റം പറയാം. അപ്പോൾ ഹിന്ദു ഒരു ചാഞ്ഞമരാന്നുള്ള സാധനം ഉണ്ട് കേരളത്തിൽ, ആർക്കും എന്തും പറയാം. അപ്പം അത് ആ ഒരു തരത്തിലുള്ള എളുപ്പം സതീശൻ വിനിയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നെ സതീശൻ മാറിയിട്ടുണ്ട്. സുമദാസ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ലൈവാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇദ്ദേഹം ഒരു കാമ്പുള്ള തറവാടി നായർ തന്നെയാണ് സതീശൻ. അത് അദ്ദേഹം കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ നിങ്ങൾ നാളെ പിടിച്ച് മറ്റൊരു മുഖ്യമന്ത്രിയാക്കുമെന്ന് അദ്ദേഹം പറയില്ല. അദ്ദേഹം പണ്ട് ഈ 5ാം മന്ത്രി സ്ഥാനമായിട്ട് വന്നപ്പോൾ ലീഗ് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് മാത്രമാണ് ഈ രമേശിന് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങിയത്. അദ്ദേഹം അല്ല അത് താക്കോൽ സാർ അദ്ദേഹം ചോദിച്ചില്ല. അതൊക്കെ അവർ കൊടുത്തുള്ളൂ, അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് ഈ രമേശ് എന്താ ചെയ്തത്? 4 ദിവസം കഴിഞ്ഞപ്പോൾ രമേശിൻ്റെ ഉള്ളിൽ സെക്യുലറിസ്റ്റ് ഉണർന്നു. അപ്പോൾ ഞാനൊരു സമുദായത്തിൻ്റെ വക്താവല്ല. അത് പിന്നെ രമേശ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം NSS അങ്ങനെ വെറുപ്പോ പൂർണ്ണമായിട്ടുള്ള വിധേയത്വമൊന്നും ആരുമായിട്ടില്ല. NSS എടുക്കാൻ പോകുന്ന നിലപാട് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. പിന്നെ ഇദ്ദേഹം സതീശൻ ഈ മൈൽഡായ നിലപാട് മാറി ഇനിയും ഹിന്ദു നേതാക്കന്മാരുടെ നെഞ്ഞത്തോട്ട് കയറാൻ നോക്കിയാൽ ഒന്നപ്പോൾ അവരിടപെടും. അത് അത്രയേ ഉള്ളൂ, ആ ഒരു കാര്യം. അല്ലാതെ ഇവരുടെ എല്ലാ വിഷയത്തിലും കയറി ഇടപെട്ടിട്ട് അവസാനം ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്ന പാവമാൻ NSSൻ്റെ അലയിൽ വരുന്നൊരവസ്ഥ NSS ഉണ്ടാക്കി വെക്കും എന്നെനിക്ക് തോന്നുന്നില്ല. SR ശക്തരൻ, ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് CPM പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരും. അത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമെന്ന് SR കരുതുന്നുണ്ടോ? അതോ പിണറായി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സൈലന്റ്, നേരത്തെ VS ഒക്കെ ചെയ്ത പോലെ ഒരു അണിയറയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? സാധ്യത അതിനാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു പരാജയം വന്നിട്ട് അതിൻ്റെ തലപ്പത്ത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനായിട്ട് പിണറായി തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. ഒരു മുഖ്യമന്ത്രിയാകുന്ന പോലെയല്ലല്ലോ ഒരു പ്രതിപക്ഷ നേതാവാകും. അപ്പം അതിൻ്റേതായിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തു നിന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തലാണ്. പാർട്ടിപരമായ ആ കാര്യങ്ങൾ ഇനി പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്തേക്കൊരു അഭിപ്രായം പറയാൻ ഞാൻ ഈ പൊതുവേദി ഉപയോഗിക്കുന്നുമില്ല. അതെല്ലാം പാർട്ടി കാര്യങ്ങളാണ്, അത് ആ രീതിയിൽ തന്നെ നടന്നു വയ്ക്കൂ. പക്ഷേ ഈ യാഥാർത്ഥ്യം ഞാനിവിടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗീകരിക്കാനായിട്ട് പാർട്ടി തയ്യാറാകുകയും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പാർട്ടിയോടും അതുപോലെ തന്നെ ജനങ്ങളോടും വെളിപ്പെടുത്താനും കഴിയുന്ന ഒരു ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം.
അങ്ങനെ വരികയാണെങ്കിൽ അതിന് പിണറായി വിജയൻ തന്നെ മുൻകൈ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.